ഫെബ്രുവരി 5th അതെ ആ രണ്ട് ലെജൻസിന്റെ ബർത്ത്ഡേ ആണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ ആൻഡ് നെയ്മർ ജൂനിയർ. 2026 വേൾഡ് കപ്പ് ഇതിൽ ആരായിരിക്കും നേടുക? ഹായ് ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ടു നെറ്റ്വർക്ക്. അതായത് ഇന്നിപ്പോ ഫെബ്രുവരി 7th ആയി, നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയിരുന്നില്ല ചില സാഹചര്യങ്ങൾ കൊണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവരുടെ രണ്ടുപേരുടെയും ബർത്ത്ഡേ ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് 2026 വേൾഡ് കപ്പ് ആര് നേടും എന്നുള്ളതാണ്. അപ്പൊ അതായത് മെസ്സി ഓൾറെഡി വേൾഡ് കപ്പ് നേടിക്കഴിഞ്ഞു. സോ ഇനിയും ആ വേൾഡ് കപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന രണ്ട് ലെജൻസ് ആണല്ലോ ക്രിസ്ത്യാനോ റൊണാൾഡോയും നെയ്മർ ജൂനിയറും. അപ്പൊ ഇതിൽ ആര് നേടും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ പറയും ആര് നേടും, നിങ്ങളുടെ ആഗ്രഹം എന്താണ്? ഞാൻ എന്റെ കാര്യങ്ങൾ പറയാം. അപ്പം ഇതില് ഞാനൊരു ആസ് എ ബ്രസീലിയൻ ഫാൻ, എന്റെ ആഗ്രഹം നെയ്മർ ജൂനിയർ ഈ കപ്പ് അടിക്കണം, ഈ വേൾഡ് കപ്പ് അടിക്കണം എന്ന് തന്നെയാണ് എല്ലാ ബ്രസീലിയൻ ആരാധകരെയും പോലെ ആഗ്രഹമുണ്ട്. പിന്നെ ഒരു ആസ് എ ഫുട്ബോൾ ഫാൻ എന്ന രീതിയിൽ നോക്കുമ്പോൾ ഇവരിൽ ആരടിച്ചാലും അടിപൊളി എന്നുള്ളൊരു സെറ്റപ്പിലാണ് ഞാനുള്ളത്. കാരണം രണ്ടുപേരും ഡിസേർവ് ചെയ്യുന്നുണ്ട്. കാരണം അത്ര കണ്ട് ഫുട്ബോളിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള രണ്ട് വ്യക്തികളാണ്. അപ്പോൾ ഓൾറെഡി മെസ്സി ഓൾറെഡി നേടിക്കഴിഞ്ഞു. അപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കായാലും നെയ്മർക്കാണെങ്കിലും വേൾഡ് കപ്പ് നേടണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ളതാണ്. ഇപ്പോൾ ഞങ്ങൾ രണ്ട് ലെജൻസ് ആണ്, ഇനി ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ഇത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അതിന് ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ മെസ്സിക്ക് വേൾഡ് കപ്പ് എങ്ങനെ കിട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നിരന്തരമായി ഒരുപാട് ഫൈനലുകൾ അർജന്റീന പരാജയപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പല സ്റ്റേജിലും ഒന്നുമല്ലാതെ പോകുന്നത് കണ്ടിട്ടുണ്ട്. മെസ്സി അവസാനം മനസ്സ് നൊന്ത് വിരമിക്കൽ വരെ പ്രഖ്യാപിച്ച് പോയത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനെല്ലാം തരണം ചെയ്ത് മെസ്സിയും അർജന്റീനയും വേൾഡ് കപ്പ് എങ്ങനെ സ്വന്തമാക്കി, അല്ലെങ്കിൽ ആ കടമ്പ എങ്ങനെ കടന്നു എന്നുള്ളത് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത് സ്കെലോണി എന്ന മാനേജറെ പറ്റിയിട്ടാണ്. ആള് അർജന്റീനൻ ടീമിൽ അപ്ലൈ ചെയ്ത ആ ഒരു പ്ലാൻ അല്ലെങ്കിൽ സ്ട്രാറ്റജി, ആള് ചെയ്തത് മെസ്സിക്ക് വേണ്ടി വേൾഡ് കപ്പ് അടിക്കണം എന്നുള്ള ആ ഒരു സംഭവം ഈ ടീമിന്റെ ഉള്ളിലേക്ക് ഓരോ പ്ലേയേഴ്സിലേക്കും ഇൻജക്ട് ചെയ്ത് കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ മെസ്സിക്ക് വേണ്ടി മരിച്ചു കളിക്കുന്ന പ്ലേയേഴ്സിനെയാണ് നമ്മൾ പിന്നെ അർജന്റീനയുടെ ടീമിൽ കണ്ടത്. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോയിൽ സംസാരിച്ചതാണ്. സ്കെലോണിയെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു നേരത്തെ. എത്ര പേര് ഇത് കണ്ടിട്ടുണ്ടാവും എന്ന് എനിക്കറിയില്ല. അപ്പം അതേ ഒരു സാധനം മെസ്സിയെയും റൊണാൾഡോയെയും വെച്ചിട്ട് പോർച്ചുഗലിലും ബ്രസീലിലും ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് അവരുടെ ടീം ലെജൻസ് ആണ് അവര്. അപ്പോൾ മെസ്സിയെ അർജന്റീനയുടെ ഓരോ ടീം മെമ്പേഴ്സും കാണുന്നത് പോലെ മെസ്സിയെ അവർ കാണുന്നത് അവരുടെ ദൈവമായിട്ടാണ്. ഡീപ്പോളൊക്കെ ഏത് രീതിയിലാണ് മെസ്സിയെ കാണുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല. മെസ്സിയെ ഒരാള് ഒന്ന് തൊട്ടാൻ പോലും ഡീപ്പോൾ സമ്മതിക്കില്ല. ഡീപ്പോൾ മാത്രമല്ല, ആ ടീമിലുള്ള എല്ലാവരും അങ്ങനെയാണ്. ഇപ്പൊ മെസ്സി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടിയ എന്തോ വലിയൊരു സംഭവം, എന്തോ വലിയൊരു നിധി പോലെയാണ് അവർ കൊണ്ടു നടക്കുന്നത്. അപ്പം ആ ഒരു രീതിയിൽ തന്നെ കൊണ്ടു നടക്കപ്പെടേണ്ട രണ്ട് വ്യക്തികളാണ് റൊണാൾഡോയും അതേപോലെ നെയ്മറും. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു വേൾഡ് കപ്പ് അടിക്കണം എന്നുള്ള ഒരു എന്താ ഒരു സംഭവം ഈ ടീം എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവരിൽ ഒരു ടീം വേൾഡ് കപ്പ് അടിക്കും എന്നതിൽ യാതൊരു സംശയമില്ല. അപ്പം അങ്ങനെയുള്ള ഒരു പ്ലാൻ ഇവിടെ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് ഇവരുടെ കൂടെ കളിക്കുന്ന പ്ലേയേഴ്സ് ഇത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ പ്ലേയേഴ്സ് അവർക്ക് അവരുടെ യഥാർത്ഥ വാല്യൂ മനസ്സിലാക്കേണ്ടതായിട്ട്. അപ്പം ഏറെക്കുറെ എനിക്ക് തോന്നുന്നു പോർച്ചുഗലിൽ അത് ആയി തുടങ്ങിയിട്ടുണ്ട്. പോർച്ചുഗലിനെ സംബന്ധിച്ച് ഞാൻ നോക്കുമ്പോൾ ഇപ്പോ നിലവിൽ വേൾഡ് ഫുട്ബോളിലുള്ള ഏറ്റവും മികച്ച സ്ക്വാഡ് പോർച്ചുഗലിനാണുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഏറ്റവും മികച്ച 3 മിഡ്ഫീൽഡേഴ്സ് കളിക്കുന്ന ടീം പോർച്ചുഗലാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് ബ്രൂണോ ഫെർണാണ്ടസ്, ബെർണാർഡോ സിൽവ, വിറ്റീഞ്ഞ, ഈ 3 പേരെ പറ്റിയിട്ടാണ്. മാൻഡസ് ഒക്കെ എനിക്ക് വയ്യ, സീനാണ്. ഭയങ്കര സ്കോഡും കൊണ്ടാണ് ഈ പോർച്ചുഗൽ വരുന്നത്. അപ്പോൾ ഇത്രയും നല്ല സ്കോഡ് ഉള്ള പോർച്ചുഗല് നമുക്കറിയാം, റൊണാൾഡോനെ പലതവണ അവഗണിക്കുന്നത് പോലെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷെ ലാസ്റ്റ് നേഷൻസ് ലീഗ് അടിച്ച സമയത്ത് നമ്മൾ കണ്ടിരുന്നു, ഏതാണ്ട് മറ്റേ നമ്മുടെ വേൾഡ് കപ്പും അതേപോലെ ഫൈനൽ സിമയൊക്കെ അടിച്ചിട്ട് മെസ്സി ആ ട്രോഫി ആയിട്ട് വരുമ്പോൾ ഇവരെല്ലാരും കൂടിയിട്ട് മെസ്സിയെ നോക്കുന്ന ഒരു സാധനം ഉണ്ട്. എന്ന് വെച്ചാൽ ഭയങ്കര എന്തോ മെസ്സിയുടെ ആ ഒരു സന്തോഷമാണ് ഇവർ. ഇവരെ ആ ട്രോഫിയിൽ പോലും നോക്കുന്നില്ല എന്നുള്ള, പക്ഷെ മെസ്സിനെ ഇവരിങ്ങനെ നോക്കുന്ന അതേ ഒരു പാറ്റേൺ ഇവിടെ ഞാൻ കണ്ടു. കാരണം റൊണാൾഡോനോട് അവിടെ നിന്നിട്ട് ഓരോരുത്തർ പറയുന്നു, എന്നുവെച്ചാൽ പഴയതുപോലെ ട്രോഫി എടുത്ത് തോളിൽ വെച്ചിട്ട് വാ ഇത് പറയുന്നു. റൊണാൾഡോയുടെ ഹാപ്പിനെസ് അവർ എൻജോയ് ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വർഷത്തെ വേൾഡ് കപ്പിന് മുമ്പുണ്ടായിരുന്ന ഫ്രണ്ട്ലി മത്സരങ്ങൾക്കിടയിൽ മെസ്സിനെ ഫൗൾ ചെയ്തപ്പോൾ അർജന്റീന ടീമിന്റെ റിയാക്ഷൻ നമ്മൾ കണ്ടതാണ്. അതിന് തൊട്ട് പിറ്റേ ദിവസം ഉണ്ടായിരുന്ന ബ്രസീലിന്റെ കളിയിലും അതേപോലെ തന്നെ നെയ്മറെ ഫൗൾ ചെയ്തപ്പോൾ ബ്രസീൽ ടീം അംഗങ്ങളുടെ റിയാക്ഷൻ നമ്മൾ കണ്ടതാണ്. ഓർമ്മ ഉണ്ടാവില്ല എല്ലാവർക്കും. അപ്പം പക്ഷെ അതേ സമയത്ത് തന്നെ റൊണാൾഡോയ്ക്ക് ഉണ്ടായ ഒരു ഇൻസിഡന്റും എന്നാൽ പോർച്ചുഗൽ ടീമിന്റെ റിയാക്ഷൻ വളരെ മോശമായിട്ട് നമുക്ക് തോന്നിയിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ പോർച്ചുഗൽ ഒരുപാട് മാറിയിട്ടുണ്ട്. പോർച്ചുഗലും റൊണാൾഡോനെ എൻജോയ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് ആ ഒരു നേഷൻസ് ലീഗോട് കൂടിയാണ് മനസ്സിലാവുന്നത്. അപ്പോൾ അതവർ തുടരുകയാണെങ്കിൽ റൊണാൾഡോയ്ക്ക് വേണ്ടി വേൾഡ് കപ്പ് നേടണം എന്നൊരു പ്രതിജ്ഞ പോർച്ചുഗൽ എടുക്കുകയാണെങ്കിൽ പോർച്ചുഗലിനെ പിടിച്ചാൽ കിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് വൃത്തിയായിട്ട് അറിയാം. കാരണം അതിനുള്ള ടാലന്റുകൾ, അതിനുള്ള പ്ലേയേഴ്സ് അവിടെ ഉണ്ട്, അതിനുള്ള സ്ക്വാഡ് സ്ട്രെങ്ത് അവിടെ ഉണ്ട്. എന്നാൽ അതേപോലെ തന്നെ ബ്രസീലിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അത് പോർച്ചുഗൽ എന്ന രീതിയിൽ നമുക്ക് കമ്പയർ ചെയ്യേണ്ട. അതിനെ ബ്രസീലിന്റെ സ്ക്വാഡിനെ നമുക്ക് ആരുമായിട്ടും കമ്പയർ ചെയ്യാൻ കഴിയില്ല. കാരണം ബ്രസീൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, പിറന്നു വീഴുന്നവൻ പോലും കാലിൽ ടാലന്റുമായിട്ടാണ് അവിടെ വരുന്നത്. അപ്പോൾ
അങ്ങനെയുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അവിടെ ടാലന്റുകൾക്ക് കുറവില്ല. ഇനിയിപ്പോ ആരെടുത്തിട്ടാലും സ്കോഡ് പെർഫെക്റ്റ് ആണ് അവിടെ. അപ്പോൾ നെയ്മർ ജൂനിയറുടെ ഒരു വിടവ് അവിടെ ഉണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. അതേ പറ്റിയിട്ട് പല ചർച്ചകൾ നടക്കുന്നുണ്ട്. നെയ്മർ ജൂനിയർ 2026 വേൾഡ് കപ്പ് കളിക്കുമോ എന്ന് വരെ ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിന്റെ വീഡിയോ നമുക്കൊന്ന് ചെയ്യാം. എന്നാലും കാർലോ ആൻചലോട്ടി ഡോൺ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതും ബ്രസീലിനെ ഇരട്ടി എനർജറ്റിക് ആക്കുന്ന ഒരു പരിപാടി കൂടിയാണ്. അപ്പൊ എന്തായാലും ഇവരിൽ ആരായിരിക്കും നേടുക? അപ്പോൾ ഇവരിൽ രണ്ടുപേരിൽ ആര് നേടണമെങ്കിലും അവരുടെ ടീം അംഗങ്ങൾ കൂടി വിചാരിക്കണം. അതായത് അർജന്റീന മെസ്സിയെ എങ്ങനെയാണോ കാണുന്നത് അതേപടി ഈ ടീം അംഗങ്ങൾ റൊണാൾഡോനെയും നെയ്മറെയും കാണേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു കൾച്ചർ അവരുണ്ടാക്കി എടുക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റാർക്കും വേൾഡ് കപ്പ് പോവാതെ ഇവരിൽ രണ്ടിൽ ഒരാൾ ആ വേൾഡ് കപ്പ് നേടുന്നത് നമുക്ക് കാണാം. ഒരു ഫുട്ബോൾ ആസ്വാദകരെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ ഫാനിനെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് 2026 വേൾഡ് കപ്പ് മെസ്സിയോ റൊണാൾഡോയോ നേടുക എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഒരു മെസ്സി ആരാധകനെ സംബന്ധിച്ച് പോലും വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും അത് എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. താങ്ക്